സ്പോട്ട് ലൈവ് ആരംഭിക്കുകയാണ്. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവർക്ക് നാട് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. 45 ഇന്ത്യക്കാരുടെ മൃതദേഹം വ്യോമസേന വിമാനത്തിൽ 10:30 കുവൈറ്റിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തിച്ചു. 23 മലയാളികളുടെയും തമിഴ്നാട് സ്വദേശികളായ 7 പേരുടെയും ഒരു കർണാടക സ്വദേശിയുടെയും മൃതദേഹമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഏറ്റുവാങ്ങിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, വിദേശകാര്യമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്, പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാന മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തുടങ്ങിയവർ വിമാനത്താവളത്തിൽ അന്തിമോപചാരം അർപ്പിച്ചു. കീർത്തി വർദ്ധൻ സിംഗ് കുവൈറ്റിൽ നിന്ന് മൃതദേഹത്തെ അനുഗമിച്ചു. തമിഴ്നാട് സർക്കാരിനെ പ്രതിനിധീകരിച്ച് ന്യൂനപക്ഷ ക്ഷേമമന്ത്രി കെ.ഇ. മസ്താൻ നെടുമ്പാശ്ശേരിയിൽ എത്തിയിരുന്നു. മറ്റ് 14 പേരുടെ മൃതദേഹവുമായി വിമാനം ഡൽഹിയിലേക്ക് തിരിച്ചു. നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച മൃതദേഹങ്ങൾ പ്രത്യേക ആംബുലൻസിൽ ജന്മനാട്ടിലേക്ക് കൊണ്ടുപോയി. നവമി ദിനേശ് നെടുമ്പാശ്ശേരിയിൽ ഉണ്ട്. നവമി, മൃതദേഹങ്ങൾ എത്തിച്ചു. അവരവരുടെ സ്വദേശങ്ങളിലേക്കാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്കാര ചടങ്ങുകളൊക്കെ തീരുമാനമായിട്ടുണ്ട്. മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ? ദുഃഖസാന്ദ്രമാണ് അന്തരീക്ഷം. വല്ലാത്ത തരത്തിലാണ്. കാരണം ഒരുപാട് സ്വപ്നങ്ങളുമായി നാട് വിട്ടുപോയി പ്രവാസ ജീവിതം നയിച്ച് വിവിധ കാര്യങ്ങൾ സാധിച്ചെടുക്കാനായി പോയവരാണ് ഇത്തരത്തിൽ ഒരു ദുരിതത്തിൽ അകപ്പെട്ടിരിക്കുന്നത്. മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ? എന്തൊക്കെയായിരുന്നു അവിടുത്തെ ദുഃഖകരമായ കാഴ്ചകൾ? രഞ്ജിത്ത്, മലയാളികളുടെയും തമിഴ്നാട് സ്വദേശികളുടെയും കർണാടക സ്വദേശിയുടെയും മൃതദേഹം അവരവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി. ഇന്ന് വൈകാരികമായുള്ളൊരു കാഴ്ചയായിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളം സാക്ഷ്യം വഹിച്ചത്. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ മൃതദേഹം ഏറ്റുവാങ്ങിയതിന് ശേഷം അവരുടെ ബന്ധുക്കളുടെ കരച്ചിൽ, അതൊക്കെ അത്രമാത്രം വൈകാരികമായി കണ്ടു നിൽക്കുന്നവർക്കാർക്കും സഹിക്കാൻ കഴിയാത്ത അത്ര വലിയ വേദനയാണ് തന്നതും. അപ്രതീക്ഷിതമായിട്ടുള്ള തൻ്റെ ഉറ്റവരുടെ വിയോഗം, അതും ഈ മരണത്തിന് തലേ ദിവസം അല്ലെങ്കിൽ അതിന് രാവിലെ പോലും ബന്ധുക്കളെ വിളിച്ച് സുഖാന്വേഷണം നടത്തി നാട്ടിലേക്ക് വരാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അത്രയും സന്തോഷത്തോടെ നിന്നവരാണ് അപ്രതീക്ഷിതമായി തങ്ങളെ വിട്ട് പിരിഞ്ഞു എന്ന് ബന്ധുക്കൾ അറിയുമ്പോഴുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ അത് എത്രമാത്രമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ മൃതദേഹങ്ങളെല്ലാം ഏറ്റുവാങ്ങിയത്. അദ്ദേഹം രാവിലെ തന്നെ നെടുമ്പാശ്ശേരിയിലെത്തുകയും അദ്ദേഹത്തിനോടൊപ്പം ആരോഗ്യമന്ത്രിയും പി രാജീവും ഉൾപ്പെടെയുള്ള കെ.എസ്. രാധാകൃഷ്ണൻ എം.പി ഉൾപ്പെടെയുള്ളവർ എയർപോർട്ടിലുണ്ടായിരുന്നു. അതിനുശേഷം മൃതദേഹം 11 മണിയോടുകൂടി പുറത്തിറങ്ങും, ഈ പൊതുദർശനം ആരംഭിക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പക്ഷേ ചില വിമാനത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി ചില പ്രൊസീജിയറിന്റെ ഭാഗമായി അല്പം സമയം എടുക്കേണ്ടി വന്നു. അതിനുശേഷമാണ് ഓരോ മൃതദേഹങ്ങളുമായി പുറത്തേക്ക് ഇറക്കിയത്. അതിനുശേഷം അവർക്കായി തയ്യാറാക്കിയിരുന്ന ആ മൃതദേഹം സൂക്ഷിക്കുന്ന പൊതുദർശനത്തിനായി കാത്തുവെച്ച പീഠത്തിൽ തന്നെ എല്ലാവരുടെയും പേരും അഡ്രസ്സും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവരവരുടെ മൃതദേഹം അതിലേക്ക് തന്നെ സ്ഥാപിച്ചു. അതിനുശേഷമാണ് മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാരിനു വേണ്ടി അന്ത്യോപചാരം അർപ്പിച്ചത്. പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി എന്നോണം സുരേഷ് ഗോപിയും ഉണ്ടായിരുന്നു. അദ്ദേഹവും തുടരുക. ഇപ്പോൾ മിഥുൻ കൂടി തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. മിഥുനുള്ളത് മരിച്ച ഷമീറിൻ്റെ വീട്ടിലാണ്. ഷമീറിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒരുപാട് പേർ ഷമീർ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയിട്ടുണ്ട്. മിഥുൻ, എന്താണ് അവിടുത്തെ ഒരു അന്തരീക്ഷം? വലിയ ദുഃഖമാണ് ആ വീട്ടിൽ തളം കെട്ടി നിൽക്കുന്നത് എന്നറിയാം. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രതീക്ഷകളുമായി നാട് വിട്ടുപോയൊരു ചെറുപ്പക്കാരനാണ്. പക്ഷേ ഇങ്ങനെയാണ് തിരിച്ചു വരവ്. എന്താണ് ഷമീറിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കാനുള്ളത് ആ നാടിന്? രജിത്ത്, തീർച്ചയായും വളരെ വൈകാരികമായ നിമിഷം തന്നെയാണ്. കാരണം 5 വർഷം മുമ്പ് പ്രവാസ ലോകത്തേക്ക് ജീവിതം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഷമീറും ഒപ്പം തന്നെ ഷമീറിന്റെ കൂട്ടുകാരൻ കൂടിയായിട്ടുള്ള നജീബ് കൂടി പോയത്. ഞാനിപ്പോൾ ഉള്ളത് അത്ഭുതകരമായി ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട നജീബിന്റെ വസതിയിലാണ്. നജീബിന്റെ പിതാവ് എന്നോടൊപ്പം ചേരുന്നുണ്ട്, ജലാലുദ്ദീൻ. എങ്ങനെയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായെന്ന് മകനെ വിളിച്ചിരുന്നോ? മകൻ എന്താണ് പറയുന്നത്? മകനെ വിളിച്ചാണ് അറിയിച്ചത്. മകൻ വിളിച്ച് രണ്ടാമത്തെ അനിയനെ വിളിച്ചു പറഞ്ഞു. അനിയൻ അപ്പോഴെ എന്നെ വിളിച്ചു വരും പറഞ്ഞു, പപ്പ ഇതിലെ സംഭവം ഉണ്ടായിട്ടുണ്ട്, ഷമീർ മരിച്ചുപോയി, ജനലിൽ കൂടെ റിസർവേഷൻ താഴെ ചാടി
കാലിന് ഒഴിവുണ്ട്, എല്ലാം ചതുവുണ്ട്, ഗ്ലാസ് പൊട്ടിച്ച് കൈക്ക് മുറിവുണ്ട്, ഇവ തീരെ വയ്യ, അങ്ങനെ റിപ്പോർട്ട് വന്നത്. ഈ സംഭവം ഉണ്ടായത് തുടർന്ന് രണ്ടുപേരും ഒരു റൂമിലായിരുന്നോ താമസിക്കുന്നത്? അല്ല, താഴെയും മേളിലുമായിട്ട്. എന്റെ മോൻ 2ാമത്തെ നിലയിലും അവൻ 3ാമത്തെ നിലയിലുമായിരുന്നു. അങ്ങനെ മോൻ പറഞ്ഞത്. അങ്ങനെ സംഭവങ്ങൾ നടന്നു, ഇത്രയും ഉള്ളൂ. പിന്നെ കുഞ്ഞു താഴെ ചാടിയപ്പം വന്നു, കൈയും കാലും ആയിട്ടുള്ള പ്രശ്നങ്ങളും തലയ്ക്കൊന്നും തല പൊട്ടലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പിന്നെ രക്ഷപ്പെട്ടു. 2ാം നിലയിൽ നജീബും 3ാം നിലയിലായിരുന്നല്ലേ? 3ാം നിലയിലായിരുന്നു മറ്റേ പയ്യൻ. അങ്ങനെ അവൻ ഒരു ചാടിയതാണോ അതോ മറ്റോ അറിയത്തില്ല, അങ്ങനെയൊന്നും അറിയത്തില്ല. നജീമ് മൊബൈൽ എടുത്തോട്ടാ ചാടിയത്. അങ്ങനെ ഫോൺ ചെയ്തപ്പോൾ ഇവനെ കിട്ടുന്നില്ല. അപ്പോൾ അവനെന്തോ മനസ്സിലായി, ആള് ആയിപ്പോയെന്നുള്ള മനസ്സിലായി. പിന്നെ വിവരം അറിഞ്ഞപ്പോഴാണ് അവനാ വിവരം അറിയിക്കുന്നത്, നാട്ടിലിട്ടു ഫസ്റ്റായിട്ട് അറിയിക്കുന്നത്. ആ സമയത്ത് ഈ പുകയാലെ മൂടിപ്പോയി. അപ്പോൾ എന്റെ മോന്റെ കഥവിന് ആര് വന്ന് തട്ടിപ്പോണ്ട് തീയും പുകയായിട്ടാണ് കയറി വരുന്നത്. അവൻ ഡോർ അടച്ചിട്ട് ജനലിൽ കൂടെ പിന്നെ അടുത്ത റൂമിനകത്ത് വേറെ ബംഗാളികളുണ്ടായിരുന്നു, UP-ക്കാര് ബംഗാളികളുണ്ടായിരുന്നു. അവരെയും രക്ഷപ്പെടുത്തി, ചാടിക്കോളം പറഞ്ഞു. അങ്ങനെ അവരെയും രക്ഷപ്പെടുത്തി, ഇവൻ രക്ഷപ്പെട്ടു. ഫോണിൽ വിളിച്ചിട്ടപ്പം ഷമീറിനെ വിളിച്ചപ്പോൾ കിട്ടിയില്ലല്ലേ? കിട്ടിയില്ല. ഷമീറിനെ വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല. കിട്ടാത്തതുകൊണ്ടാണ് ഓക്കെ എന്നുള്ള ഇതായി. പിന്നെ വിവരം അറിഞ്ഞത്. ഇപ്പൊ എങ്ങനെയുണ്ട് നജീബിന്റെ ആരോഗ്യസ്ഥിതി? ക്ഷീണതനാ, ഭയങ്കര ക്ഷീണതനാ. അങ്ങോട്ട് വിളിച്ച എന്തെങ്കിലും എന്ന് പറയും, വീണ്ടും അത്രേ ഉള്ളൂ. കാലിന് കുഴപ്പമുണ്ട്, കൈക്ക് കുഴപ്പമുണ്ട്, ചതുവുണ്ട്, എല്ലാം ഉണ്ട്. ഈ 2ാം നിലയിൽ നിന്ന് ജനൽ വഴി പുറത്തോട്ട് ചാടിയത്. പിന്നീട് അവിടെ എല്ലാ സഹായങ്ങളൊക്കെ ലഭ്യമാകുന്നുണ്ടെന്ന് പറഞ്ഞോ? എല്ലാ ചികിത്സ എല്ലാം കറക്റ്റായിട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ എവിടെയാണ്? ഹോസ്പിറ്റലാണോ അതോ? അല്ല, ഇപ്പോൾ ഹോസ്പിറ്റലല്ല, ഇപ്പോൾ അവിടുത്തെ റൂമിലോട്ട് മാറ്റി. റൂമിലാണ്, വേറെ റൂം അവർ അറേഞ്ച് ചെയ്ത് കൊടുത്തു. ആ റൂമിലാണ് നോക്കാൻ ആളുണ്ട്. നമ്മുടെ പയ്യന്മാരുണ്ട് അവിടെ. ഇവർ രണ്ടും ഒരുമിച്ചായിരുന്നല്ലേ വർക്ക് ചെയ്യുന്നത് കാലകാലങ്ങളായിട്ട്? ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. രണ്ടുപേരും ഡ്രൈവർമാരാണ്. അവൻ ഡ്രൈവർ, ഇവൻ ഡ്രൈവറാണ്. എന്നാണ് ഇത് അവസാനമായി വന്നിട്ട് പോയത്? 10 മാസമായി. അവസാനമായിട്ട് വന്നിട്ട് പോയിട്ട് 10 മാസമായി. അവൻ പോയിട്ട് 8 മാസമായി. തീർച്ചയായും നജിത്ത്, അങ്ങനെ തന്നെയാണ്. അതായത് നജീബും രണ്ടുപേരും ഒരുമിച്ചാണ് ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പോകുന്നത്. രണ്ടുപേരും ഡ്രൈവേഴ്സ് ആയിരുന്നു. 2ാമത്തെ നിലയിൽ നജീബും 3ാമത്തെ നിലയിലായിരുന്നു ഷമീറും വർക്ക് ചെയ്തിരുന്നത്. ഈ സമയത്ത് അവർ താമസിക്കുകയും ചെയ്തിരുന്നത്. ആ സമയത്ത് പുക മുറികളിലെല്ലാം തന്നെ നിറഞ്ഞതിനെ തുടർന്ന് ഷമീറിനെ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ വിളിക്കാൻ ഫോണിൽ ലഭ്യമല്ലാതാകുന്നതിനെ തുടർന്ന് ജനൽ വഴി പുറത്തേക്ക് നജീബ് ചാടുകയായിരുന്നു. അതാണ് നജീബിനെ രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്തത്. അത്തരത്തിൽ തലനാഴിലേക്കാണ് ഒരു അപകടത്തിൽ നിന്ന് മാറി. ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ തൃപ്തികരമാണ് എന്നാണ് പ്രതാപ് പറയുകയും ചെയ്തത്. കൂടാതെ കാലിനൊക്കെ പൊട്ടലുണ്ട്, ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരുന്നേ ഉള്ളൂ. ഒപ്പം തന്നെ ഈ ഒരു വലിയൊരു അപകടമാണ്, നമുക്കറിയാമല്ലോ. ഇത്രയും വലിയ ദുരന്തം ഉണ്ടാവുകയാണ്. ആ ദുരന്തമുഖത്ത് നിന്ന് രക്ഷപ്പെട്ടു വന്ന വ്യക്തി കൂടിയാണ് നജീബ്. അങ്ങനെ നിലവിൽ ബന്ധുവീട്ടിലാണ് കഴിയുന്നത്. എല്ലാവിധ സഹായവും അവിടുത്തെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ നമ്മളുടെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഒക്കെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടായ വലിയ ഇടപെടലുണ്ട്. ഒപ്പം തന്നെ അവരെല്ലാം വിളിച്ച് കാര്യങ്ങൾ തിരക്കാറുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. എന്തായാലും നമ്മൾ ഷമീറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വളരെ വൈകാരികമായ ഒരു നിമിഷം തന്നെയാണ്. രാവിലെ മുതൽ തന്നെ ഈ വാർത്ത 5 വർഷം മുമ്പാണ് ഈ ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം പ്രവാസ ലോകത്തേക്ക് പോയത്. ഏകദേശം കഴിഞ്ഞ മാർച്ചിനാണ് ഒടുവിൽ ഈ ഒരു വീട്ടിലേക്ക് വന്നത്. എല്ലാ ദിവസവും ആഴ്ചയിൽ 3 ദിവസമൊക്കെ വിളിക്കുകയും ചെയ്യും. 1.5 വർഷം മുമ്പാണ് ഷമീറിന്റെ വിവാഹം നടന്നത്. നമ്മളിന്ന് ആ ഒരു കൊച്ചനീജന്റെ പ്രതികരണമൊക്കെ നമ്മൾ തേടുകയും ചെയ്തിരുന്നു രജിത്ത്. അതായത് 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഷമീറിന്റെ സഹോദരൻ. ആ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്കറിയാം, ഇക്ക 2 ദിവസം മുമ്പ് കൂടി എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നലെ ഈ ഒരു സംഭവം ഉണ്ടായി എന്ന് ഇവരെല്ലാം പറയുന്നത് കേട്ടു. പക്ഷേ എന്താ പറ്റിയെന്നും എനിക്കറിയില്ലായിരുന്നു. തിരിച്ചു വരുമെന്നായിരുന്നു കരുതിയെന്നുള്ള രീതിയിൽ അത്രയ്ക്കും വൈകാരികമായ ഒരു പ്രതികരണമായിരുന്നു. അത് നമ്മളെപ്പോലും അണിയിക്കുന്ന തരത്തിലേക്കാണ് പോവുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ എന്തായാലും നാടെങ്ങും ഇവിടേക്ക് ഒഴുകിയെത്തിയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി ഏകദേശം ഒരു 5 മണിയോടുകൂടി ഷമീറിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എത്തുമെന്നാണ് കരുതുന്നത്. 1 മണിക്കൂറോളം വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം തൊട്ടടുത്തുള്ള കലൂർ പള്ളിയിലെ ഖബർസ്ഥാനിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ അല്പസമയത്തിന് മുമ്പ് പോവുകയും ചെയ്തിരുന്നു. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ജുമാ നമസ്കാരം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എല്ലാവരും വന്ന ആ ഖബർസ്ഥാനിൽ വന്ന് നിൽക്കുന്ന ആ ഒരു അത്രയും ദുഃഖകരമായിട്ടുള്ളൊരു കാഴ്ച രാവിലെ മുതൽ തന്നെ
ഈ ഷമീറിന്റെ വീട്ടിലേക്ക് നിരവധി ആളുകളാണ് എത്തുന്നത്. ജനപ്രതിനിധികൾ അടക്കമുള്ളവരെല്ലാം തന്നെ അവിടേക്ക് എഴുകിയെത്തുന്ന കാഴ്ചയുണ്ട്. അത്രയും അതീവ ദുഃഖകരമായിട്ടുള്ള ഒരു നിമിഷം തന്നെയാണ്. കാരണം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നം പ്രധാനമായും ഉണ്ടായിരുന്നു, സ്വന്തമായ ഒരു വീട് നിർമ്മിക്കണമെന്നുള്ളത് തന്നെയായിരുന്നു. അതായത് കുറച്ചധികം കടബാധ്യതകളുണ്ട്, അതെല്ലാം വീട്ടിയതിനു ശേഷം ഒരു വീട് പുതുതായി പണിയണം, അനിയന് ഇപ്പോൾ താമസിക്കുന്ന വീട് നൽകണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അത് സുഹൃത്തുക്കളാണ് അത് സംബന്ധിച്ച് നമ്മോട് പ്രതികരിക്കുകയും ചെയ്തത്. കാരണം കാലങ്ങളായി വരുമ്പോൾ തന്നെ എന്റെ ഒരു വീട്, ഞാൻ നിർമ്മിക്കുന്ന ഒരു വീട്, എന്റെ വിയർപ്പുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വീട്, അതിൽ താമസിക്കണമെന്നുള്ള ആഗ്രഹം പലപ്പോഴായി പറയുമായിരുന്നു കൂട്ടുകാരോട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ വീടെന്ന സ്വപ്നം ബാക്കി നിർത്തി കൂടിയാണ് ഷമീർ മടങ്ങുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വളരെ വൈകാരികമായ ഒരു നിമിഷമാണ് രഞ്ജിത്ത് നമുക്ക് ഈ വയ്യാങ്കരയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. വയ്യാങ്കരയിലാണ് ഉള്ളത് മിഥുൻ. അവിടെ ഷമീർ മരിച്ച ഷമീറിൻ്റെ കുടുംബാംഗങ്ങൾ അതീവ ദുഃഖാർദ്ധരായി. ഒരു നാടിൻ്റെ മുഴുവൻ വേദനയായി ആ മരണം നടക്കുന്നു. ഒപ്പം ആശ്വാസകരമായി അപകടത്തിൽ രക്ഷപ്പെട്ട വാർത്തയും ആ നാടിന് പറയാനുണ്ട്. അങ്ങനെ സംസ്ഥാനത്തുടനീളം നമുക്കൊക്കെ ഞെട്ടിലുണ്ടാക്കിയ ഒരു സംഭവം. മലയാളികളായ നിരവധി ചെറുപ്പക്കാർ, കാരണം സ്വപ്നങ്ങളുമായി പോയ നിരവധി ചെറുപ്പക്കാർ, 23 മലയാളികൾക്കാണ് ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. മൊത്തം 31 പേരുടെ മൃതദേഹങ്ങളുമായാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പ്രത്യേകം വിമാനം എത്തിയത്. 14 പേർ അത് ഡൽഹിയിലേക്ക് വിമാനം തിരിച്ചതും കൂടി ചേർത്ത് വായിക്കണം. മറ്റ് നവമി തുടരുന്നുണ്ട്. നവമി മറ്റെന്തൊക്കെ ക്രമീകരണങ്ങളാണ്? കാരണം കേരളത്തിൽ ഉള്ള മലയാളികളുടെ മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള നിരവധി ആളുകളുടെ മൃതദേഹങ്ങൾ എത്തിച്ചത് ഇവിടെ നെടുമ്പാശ്ശേരിയിലേക്കാണ്. അതൊക്കെ അവരവരുടെ നാട്ടുകളിലേക്ക് കൊണ്ടുപോയോ? കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ എത്രത്തോളം ഫലപ്രദമായി ഇതുവരെ സംഭവിച്ചിട്ടുണ്ട് ഈ ദുരന്തത്തിൽ? രഞ്ജിത്ത്, മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നത് വരെ കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ പൂർണ്ണ പിന്തുണയും ഉണ്ടായിരുന്നു. ഒപ്പം സംസ്ഥാന സർക്കാരിനും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഒരുക്കിയിരുന്നു. അതോടൊപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ, തമിഴ്നാടായിക്കോട്ടെ, കർണാടകയിലുള്ള മരിച്ച വ്യക്തികളുടെ മൃതദേഹം കൃത്യമായി തന്നെ ആംബുലൻസ് അറേഞ്ച് ചെയ്ത്, കേരളത്തിൽ നിന്ന് തന്നെ ആംബുലൻസ് അറേഞ്ച് ചെയ്ത് തന്നെയാണ് അവിടേക്ക് അയക്കുകയും ചെയ്തത്. തമിഴ്നാടിനെ പ്രതിനിധീകരിച്ചുള്ള മന്ത്രിയും എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹവും അത് തന്നെയാണ് കേരളത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു. ഇത്രയും വലിയ ദുരന്തം ആദ്യമായിട്ട് സംഭവിക്കുമ്പോൾ പക്ഷേ തങ്ങളുടെ സ്വന്തം നാട്ടിലെ ആളുകൾക്ക് പോലും ഇത്രയും വലിയ ഒരു ആദരാഞ്ജലികൾ അർപ്പിച്ച കേരളത്തിനും വളരെയധികം നന്ദിയുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കർണാടക സ്വദേശിയുടെ മൃതദേഹവും കേരളത്തിൽ നിന്ന് തന്നെ അറേഞ്ച് ചെയ്ത ഒരു ആംബുലൻസിലേക്കാണ് അങ്ങോട്ടേക്ക് അയക്കുകയും ചെയ്തത്. അങ്ങനെ എല്ലാവർക്കും വേണ്ട സൗകര്യങ്ങൾ, എല്ലാ മൃതദേഹങ്ങളും അവരുടെ വീടുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ. ഒപ്പം പോലീസിന്റെ സുരക്ഷയായിക്കോട്ടെ, എല്ലാവർക്കും കൃത്യമായി അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും എല്ലാം തന്നെ കൃത്യമായി സംസ്ഥാന പോലീസും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവിധത്തിലും കേരളം ഒന്നടങ്കം ഒന്നിച്ചു നിന്ന് ഈ മരിച്ച നമ്മുടെ സഹോദരങ്ങളെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവരുടെ മൃതദേഹം വീട്ടിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. രഞ്ജിത്ത്, എന്തായാലും വളരെ വിഷമിപ്പിക്കുന്ന, വേദന നൽകുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു ഇന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയപ്പോൾ നമ്മളെല്ലാം കണ്ടത്. ഓരോ മൃതദേഹം ഏറ്റുവാങ്ങിയതിനു ശേഷം അവരുടെ ബന്ധുക്കൾ അതിനെ പുണർന്നുകൊണ്ട് കരയുന്നതും നിലവിളിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അത്യധികം വിഷമിപ്പിക്കുന്ന ഒരു ആദ്യമായിട്ടായിരിക്കും ഇത്രയും വലിയൊരു ദുരന്തം ഇങ്ങനെ കാണുന്നത്. എന്തായാലും വളരെ വിഷമിപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയായിരുന്നു. നെടുമ്പാശ്ശേരിയിൽ നിന്നും മൃതദേഹങ്ങളെല്ലാം കൃത്യമായി തന്നെ പുറത്തേക്ക് ഇറക്കുന്നതിനും ബാക്കിയുള്ള സൗകര്യങ്ങൾ എല്ലാവർക്കും കാണുന്നതിനും വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും കൃത്യമായി തന്നെ നടത്തുകയും ചെയ്തു. തുടക്ക സമയത്ത് 11 മണിക്ക് തന്നെ പൊതുദർശനം ആരംഭിക്കുമെന്ന് പറഞ്ഞുവെങ്കിൽ കൂടിയും ഈ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നതിന് അല്പം കാലതാമസം നേരിട്ടു. അതൊഴിച്ചു നിർത്തിയാൽ കൃത്യമായി തന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടി തന്നെ ഇവരെ മൃതദേഹങ്ങൾ അവരുടെ വീടുകളിലേക്ക് എത്തിക്കുന്നത് വരെ എല്ലാ ജനപ്രതിനിധികളും അവിടെ ഉണ്ടായിരുന്നു. അൻവർ സാദത്ത് MLA ഉൾപ്പെടെ മേൽനോട്ടം വഹിച്ച് എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തി. തമിഴ്നാടിനായിക്കോട്ടെ അവർക്കും കൃത്യമായി ആംബുലൻസിലേക്ക് കയറ്റുവാനും സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്.
അതാണ് സാഹചര്യം. ജന്മനാടുകളിലേക്ക് മലയാളികളുടെ മൃതദേഹങ്ങൾ കൊണ്ടുപോയി. ഒപ്പം നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച 14 പേരുടെ മൃതദേഹം വിമാനം ഡൽഹിയിലേക്കും തിരിച്ചു. അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ മന്ത്രി അടക്കമുള്ള പ്രതിനിധികൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരുടെ സാന്നിധ്യം ഈ മൃതദേഹങ്ങൾ അവിടെ എത്തിയപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിക്കാനായി ഉണ്ടായിരുന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും വിമാനത്താവളത്തിലെത്തി. അങ്ങനെ അതീവ ദുഃഖാർദ്രമായ നിമിഷങ്ങളാണ് കേരളത്തിന്, ഇന്ത്യക്ക്, ലോകത്തിന് ഒട്ടാകെ. അത്ര വലിയൊരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് കുവൈറ്റിൽ. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. കുവൈറ്റിൽ അന്തരിച്ച സ്റ്റെഫിൻ, കോട്ടയം സ്വദേശി സ്റ്റെഫിൻ്റെ മൃതദേഹം അല്പസമയത്തിനകം മാന്നാനം മന്ദിരം ആശുപത്രി മോർച്ചറിയിൽ എത്തിക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യം ഇപ്പോൾ സ്ഥലത്തുണ്ട് എന്നുള്ളതാണ്. ശ്രീജിത്തുണ്ട്. ശ്രീജിത്ത്, എന്താണ് അവിടുത്തെ ക്രമീകരണങ്ങൾ, എന്തൊക്കെയാണ്? മറ്റ് സംസ്കാര ചടങ്ങുകൾ, അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? എന്താണ് സ്റ്റെഫിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ബന്ധുക്കൾക്ക്, സുഹൃത്തുക്കൾക്ക് പങ്കുവെക്കാനുള്ളത്? രഞ്ജിത്ത്, അല്പസമയത്തിനുള്ളിൽ സ്റ്റെഫിന്റെ മൃതദേഹം ഇവിടെ മാന്നാനം മന്ദിരം ആശുപത്രിയിലേക്ക് എത്തിക്കും. ഇന്നിവിടെ മൃതദേഹം ഈ മോർച്ചറിയിൽ സൂക്ഷിക്കും. തിങ്കളാഴ്ചയായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുക എന്നതാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. സമാനമാണ് ശ്രീഹരിയുടെ മൃതദേഹം തുരുത്തിയിലും ഒരു സ്വകാര്യ ആശുപത്രിയുടെ മോർച്ചറിയിൽ സൂക്ഷിക്കും. ഷിബു വർഗീസാണ് മറ്റൊരാൾ. അദ്ദേഹത്തിൻ്റെ മൃതദേഹം തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് സൂക്ഷിക്കുക. എന്തായാലും ഇന്ന് മറ്റ് ക്രമീകരണങ്ങളൊന്നുമില്ല. ഇവിടെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇവിടെ ഇതിനകം തന്നെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഉൾപ്പെടെയുള്ളവർ അല്പസമയം മുൻപ് തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ മൃതദേഹവുമായിട്ടുള്ള ആംബുലൻസ് ഇവിടേക്ക് എത്തിച്ചേരും എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ തിങ്കളാഴ്ച ആണ് ഇദ്ദേഹത്തിൻ്റെ സംസ്കാരമുള്ളത്. മറ്റ് 2 സംസ്കാരങ്ങൾ, ശ്രീഹരിയുടേത് ഞായറാഴ്ച ഉണ്ടാകും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഷിബു വർഗീസിൻ്റെ കാര്യത്തിൽ ഒരു അന്തിമമായ വ്യക്തത വന്നിട്ടില്ല. ഒരുപക്ഷെ തിങ്കളാഴ്ചയോ എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ചില ബന്ധുക്കൾ ഇവിടേക്ക് എത്തിച്ചേരാനുണ്ട്, നാട്ടിലേക്ക് എത്താനുണ്ട്. അതുകൂടി പരിശോധിച്ച ശേഷം, അദ്ദേഹവുമായി കൂടി ആശയവിനിമയം നടത്തിയ ശേഷമായിരിക്കും അക്കാര്യത്തിലൊരു അന്തിമമായ വ്യക്തത വരിക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പായിപ്പാട് തന്നെയായിരിക്കും ഷിബു വർഗീസിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുക. ഈ സ്റ്റെഫിൻ്റേത് 9-ാം മൈലിലാണ് അവിടുത്തെ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ ഉള്ളത് എന്നതാണ്. എന്തായാലും മൃതദേഹം ഇവിടേക്ക് എത്തിയിരിക്കുകയാണ് രഞ്ജിത്ത്. ആംബുലൻസ് ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നു. പോലീസിൻ്റെ ഒരു എസ്കോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ മൃതദേഹങ്ങൾ ഈ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്ത് പറയാൻ സാധിക്കുന്നത്. ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ മുതൽ തന്നെ ബന്ധുക്കൾ വലിയ കാത്തിരിപ്പിലായിരുന്നു. ബന്ധുക്കൾ ഈ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിനായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നു. ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ മൃതദേഹത്തെ അനുഗമിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട വിവരം. സ്റ്റെഫിനെ സംബന്ധിച്ച് വളരെ വേദനയുള്ളൊരു വേർപാട് കൂടിയാണ്. ഒരു വീടില്ല, വാടക വീട്ടിലാണ് വർഷങ്ങളായി താമസിക്കുന്നത്. ഒരു വീട് ഉണ്ടായ ശേഷം ആ വീട്ടിലേക്ക് 1 മാസത്തിനകം താമസം മാറും എന്നുള്ള വിവരങ്ങളായിരുന്നു ലഭിച്ചിരുന്നത്. അതിനുവേണ്ടി 1 മാസത്തിന് ശേഷം അദ്ദേഹം വരാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിരുന്നതാണ്. പക്ഷേ അതിനിടയിലാണ് ഈ ദാരുണമായ വിടവാങ്ങൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്ത് പറയാൻ സാധിക്കുന്നത്. എന്തായാലും മൃതദേഹം ആംബുലൻസിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാൻ തുടങ്ങുകയാണ്. ബന്ധുക്കളും ഒക്കെ തന്നെ ഇവിടെയുണ്ട്. ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഉൾപ്പെടെയുള്ളവർ ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എംബാം ചെയ്ത് കൊണ്ടുവന്ന മൃതദേഹമാണ്. സ്വാഭാവികമായും ഈ പെട്ടിയിൽ നിന്ന് മാറ്റിയ ശേഷമായിരിക്കും മോർച്ചറിയിൽ വെക്കുക. ഇവിടെ ഒരു പൊതുദർശനം ഉണ്ടാകുമോ എന്നുള്ളത് ഒരു തരത്തിലും വ്യക്തമല്ല. ഇപ്പോൾ പ്രത്യേക ആംബുലൻസിൽ പോലീസ് സംവിധാനത്തിൻ്റെ അകമ്പടിയോടെ ഓരോ ആംബുലൻസിനും
ഓരോ പോലീസ് ജീപ്പ് അകമ്പടി സേവിച്ചിരുന്നു. എസ്കോർട്ടും പൈലറ്റുമായി പോലീസിൻ്റെ എല്ലാ സാന്നിധ്യവും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഓരോ മൃതദേഹങ്ങളും അങ്ങനെ അതിനോടുള്ള എല്ലാ ആദരവും പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവരവരുടെ വീടുകളിലേക്ക് എത്തിക്കുന്നത്, ജന്മനാടുകളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. കണ്ണീർ പൂക്കൾ അർപ്പിക്കുകയാണ് നാട് ജന്മനാട്ടിലേക്കുള്ള അവസാന യാത്രയിൽ എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കിയാണ് ഈ ചെറുപ്പക്കാരൊക്കെ നാടണയുന്നത് എന്നുള്ളതാണ്. 23 മലയാളികൾ ഉൾപ്പെടെ 31 പേരുടെ മൃതദേഹങ്ങളാണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ പൊതുദർശനത്തിന് വെച്ചത്. നേരത്തെ അവിടെ നിന്നാണ് അവരവരുടെ വീടുകളിലേക്ക്, ജന്മനാടുകളിലേക്ക് മൃതദേഹം കൊണ്ടുപോയത് എന്നുള്ളതാണ്. കേന്ദ്രമന്ത്രിമാരായ കീർത്തിവർദ്ധൻ സിംഗ്, സുരേഷ് ഗോപി, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, സംസ്ഥാന മന്ത്രിമാർ, തമിഴ്നാട് ഇപ്പോൾ ചാവക്കാട് ബിനോയ് തോമസിന് മൃതദേഹം, ചാവക്കാട് സ്വദേശി, കുവൈറ്റിൽ മരിച്ച ചാവക്കാട് സ്വദേശി ബിനോയ് തോമസിന് മൃതദേഹം ഇപ്പോൾ ചാവക്കാടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പ്രത്യേകം തയ്യാറാക്കിയ ആംബുലൻസുകളിൽ എല്ലാ ആദരവോടുകൂടിയും അവർക്ക് അർഹമായ യാത്രയയപ്പാണ് നാട് സംവിധാനങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ നൽകുന്നത് എന്നുള്ളതാണ്. 10:30 കൊച്ചി വിമാനത്താവളത്തിൽ വ്യോമസേനയുടെ പ്രത്യേക വിമാനം കൊച്ചി വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേർന്നു. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, ദുഃഖസാന്ദ്രമായ അന്തരീക്ഷമാണ് എങ്ങും. കുവൈറ്റിലെ മംഗഫ് ലേബർ ക്യാമ്പിലെ തീപിടുത്തം വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് കാരണമാണെന്ന് കുവൈറ്റ് അല്പസമയം മുമ്പ് സ്ഥിരീകരിച്ചിരുന്നു. ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ മുറിയിൽ സൂക്ഷിച്ച പാചകവാതക സിലിണ്ടർ ചോർന്നാണ് തീപിടുത്തമുണ്ടായതെന്നാണ് നേരത്തെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഷോർട്ട് സർക്യൂട്ടാണ് ദുരന്ത കാരണമെന്ന് കുവൈറ്റ് അഗ്നിരക്ഷാ സേനയും വ്യക്തമാക്കിയിട്ടുണ്ട്. ദുരന്ത സ്ഥലത്ത് വിശദമായ പരിശോധനകൾ നടത്തിയ ശേഷമാണ് അപകട കാരണം കണ്ടെത്തിയതെന്ന് കുവൈറ്റ് അഗ്നിശമന സേന പ്രസ്താവനയിൽ അറിയിച്ചു. ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ മുറി ഉൾപ്പെടെ പരിശോധിച്ചാണ് ഇത്തരത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. ഫ്ളാറ്റിനുള്ളിൽ മുറികൾ തിരിക്കാനായി ഉപയോഗിച്ചിരുന്ന സാമഗ്രികൾ അതിവേഗം തീപടരാൻ ഇടയാക്കിയിരുന്നു എന്നുള്ളതാണ് ഫയർഫോഴ്സ് കേണൽ സയ്യിദ് അൽ മൗസാവി പറഞ്ഞത്. മുറികൾ തമ്മിൽ വേർതിരിക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ കത്തിയത് വലിയ പുകയുണ്ടാക്കി. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവരങ്ങൾ പുറത്തു വന്നതാണ്. 6 നില കെട്ടിടത്തിൽ 24 ഫ്ളാറ്റുകളിലെ 72 മുറികളിലായി 196 പേരാണ് താമസിച്ചിരുന്നത്. ഇതിൽ 20 പേർ നൈറ്റ് ഡ്യൂട്ടിയിലായിരുന്നതിനാൽ സംഭവ സമയത്ത് 176 പേരാണ് ഈ ക്യാമ്പിൽ താമസിച്ചിരുന്നത്. കെട്ടിടത്തിൻ്റെ ടെറസിലേക്കുള്ള വാതിൽ പൂട്ടിയിരുന്നതിനാൽ രക്ഷപ്പെടാൻ ശ്രമിച്ചവർക്ക് അവിടേക്ക് കയറാൻ സാധിച്ചില്ല. വാതിൽ തുറക്കാൻ കഴിയാതെ കുഴഞ്ഞു വീണവരും ഉണ്ടായിരുന്നു. ഈ തരത്തിൽ അപകടമുണ്ടായ സമയമാണ് പ്രധാനമായും ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂട്ടിയത്. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ച്, ഒരുപാട് കാര്യങ്ങൾ ബാക്കി വെച്ചാണ് ഈ മരണപ്പെട്ടവർ സ്വന്തം നാട്ടിലേക്ക് ഇപ്പോൾ ജീവനില്ലാതെ തിരിച്ചു വരുന്നത് എന്നതാണ്. അത് വളരെ സങ്കടകരമായ, ദുഃഖകരമായ അന്തരീക്ഷമാണ് ഓരോ സ്ഥലങ്ങളിലും, ഓരോ ജന്മനാട്ടിലെ ഓരോ പ്രദേശങ്ങളിലും. കാരണം ഇവരൊക്കെ ബന്ധുക്കളുടെ, സുഹൃത്തുക്കളുടെ, നാട്ടുകാരുടെയൊക്കെ പ്രിയപ്പെട്ടവരായ ആളുകളാണ്. തൃശ്ശൂർ ചാവക്കാട് എന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ചാവക്കാട് നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ സ്ഥലങ്ങളിലും ജന്മനാടുകളിലേക്ക് മൃതദേഹങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 10:30 മണിയോടുകൂടിയാണ് ഈ മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള വ്യോമസേനയുടെ പ്രത്യേക വിമാനം കൊച്ചി നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചത്. 23 മലയാളികൾ ഉൾപ്പെടെ 31 പേരുടെ മൃതദേഹങ്ങളാണ് അവിടെ പൊതുദർശനത്തിനും അടക്കം വെച്ചതിന് ശേഷം ഇപ്പോൾ ഇത്തരത്തിൽ വരുന്നത്. ഇപ്പോൾ അവരവരുടെ വീടുകളിലേക്ക് എത്തിയത്. കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരണപ്പെട്ട ചാവക്കാട് തെക്കൻ പാലിയൂർ സ്വദേശി ബിനോയ് തോമസിൻ്റെ ഭൗതികദേഹമാണ് ഇപ്പോൾ
വീട്ടിലെത്തിച്ചിരിക്കുന്നത്. രാവിലെ 12 മണിയോടെ എത്തിച്ച മൃതദേഹം പ്രത്യേക റോഡ് മാർഗമാണ് ഈ വീട്ടിലേക്ക്, തൃശ്ശൂരിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം സംസ്കാര ശുശ്രൂഷ കുന്നംകുളം വി നാഗൽ പള്ളി സെമിത്തേരിയിൽ നടക്കും. കുവൈറ്റ് ദുരന്തത്തിന് പിന്നാലെ ബിനോയിയെ കാണാനില്ല എന്ന കുടുംബത്തിൻ്റെ പരാതി പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദറാണ് വെളിപ്പെടുത്തിയത്. തീപിടുത്തം നടന്ന ഫ്ലാറ്റിൽ ബിനോയ് ഉണ്ടായിരുന്നു. 5 ദിവസം മുൻപാണ് ബിനോയ് കുവൈറ്റിലെത്തിയത്. തീപിടുത്തം നടന്ന ദിവസം കുവൈറ്റിലെത്തിയതിന് ശേഷം വീട്ടുകാരുമായി ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും അപകടം നടന്നതിന് ശേഷം ബിനോയിയെക്കുറിച്ച് വിവരങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. തുടർന്നാണ് വിവരങ്ങൾ നോർക്കയ്ക്ക് കൈമാറിയപ്പോഴാണ് ബിനോയ് മരിച്ച വിവരം വീട്ടിൽ അറിയുന്നത്. ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ ബിനോയിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. തൃശ്ശൂർ ചാവക്കാട്, സുരേഷ് ഗോപിയുടെ മണ്ഡലത്തിൽപ്പെട്ട ചാവക്കാടാണ് ഈ ബിനോയ് തോമസിൻ്റെ ഭവനം എന്നുള്ളതാണ്. ഇപ്പോൾ അവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മൃതദേഹം അവിടെ എത്തിച്ചു കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അവിടെയുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ബന്ധുക്കളടക്കം നിരവധി ആളുകൾ, നാട്ടുകാരടക്കം നിരവധി ആളുകൾ അവിടെ ഉണ്ട്. 5 ദിവസം മുമ്പ് മാത്രമാണ് ബിനോയ് കുവൈറ്റിൽ എത്തിയത്. വീട്ടുകാരുമായി ദുരന്ത ദിവസത്തിൻ്റെ അന്ന് രാവിലെയും സംസാരിച്ചിരുന്നു, അന്ന് പല ദിവസവും സംസാരിച്ചിരുന്നു എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്, മനസ്സിലാകുന്നത്. ബിനോയെ അതിനുശേഷം കാണാനില്ലാതിരുന്ന സാഹചര്യമുണ്ടായിരുന്നു. തുടർന്നാണ് പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദറുമായി കുടുംബം ബന്ധപ്പെടുകയും നോർക്ക വഴി ഈ വിവരങ്ങൾ കൈമാറുകയും ചെയ്തത്. ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് ഇറക്കുകയാണ്. സാധനം പിടിച്ചില്ലേ, ബാക്കിയുള്ള ആളുകളൊന്നും മാറി ഓപ്പൺ ചെയ്യട്ടെ. മഞ്ഞ് വരുന്നല്ലോ. രണ്ടെണ്ണം കേട്ടോ ലൈസ. രണ്ടെണ്ണം പറഞ്ഞ കൊടുക്ക്, ബിനീഷ് കൊടുക്ക്. എടുക്കും, ഉറങ്ങി എടുത്തോ. എനിക്ക് കൂടെ വന്നിട്ട് തൃശ്ശൂർ ചാവക്കാട് സ്വദേശി ബിനോയ് തോമസിൻ്റെ മൃതദേഹം ചാവക്കാട് ജന്മനാട്ടിൽ എത്തിച്ചു. അല്പസമയം മുമ്പാണ് ജന്മനാട്ടിലേക്ക് മൃതദേഹം എത്തിച്ചത് എന്നുള്ളതാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ തന്നെ തുടരണം. ഇടവേളയ്ക്ക് ശേഷം കുവൈറ്റിൽ മരിച്ച തൃശ്ശൂർ ചാവക്കാട് സ്വദേശി ബിനോയ് തോമസിന് മൃതദേഹം ഇപ്പോൾ ജന്മനാട്ടിലേക്ക് അല്പസമയം മുമ്പാണ് എത്തിച്ചത്. ഇപ്പോൾ വീട്ടിലേക്ക് ഭൗതിക ശരീരം എത്തിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി തൃശ്ശൂരിൻ്റെ MP സുരേഷ് ഗോപി ഇപ്പോൾ സംഭവ സ്ഥലത്തുണ്ട്. അദ്ദേഹം അന്ത്യാഞ്ജലി അർപ്പിക്കാനും വീട്ടുകാരെ ആശ്വസിപ്പിക്കാനുമായി എത്തിയതാണ്. വിമാനത്താവളം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം അവിടെയുണ്ട്. ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിലാണിപ്പോൾ ഇവിടെ നാടും ഒക്കെ. കാരണം നാട്ടുകാർക്ക്, വീട്ടുകാർക്ക്, സുഹൃത്തുക്കൾക്ക് ഒക്കെ ഏറെ പ്രിയങ്കരനായിരുന്ന ബിനോയ് തോമസ് 5 ദിവസം മുമ്പ് മാത്രമാണ് കുവൈറ്റിലേക്ക് പോയത്. അവിടെ എത്തി അതിനുശേഷം അപകടമുണ്ടാകുന്നു. അപകടത്തെ തുടർന്നാണ് ഇത്തരത്തിൽ
അദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നില്ല. വീട്ടുകാർക്ക് സംശയം തോന്നി. തുടർന്ന് നോർക്കയുമായി അവർ സംസാരിച്ചു, നോർക്കയുമായി ബന്ധപ്പെട്ടു, വിവരങ്ങൾ കൈമാറി. തുടർന്നാണ് ബിനോയ് തോമസും ഈ അപകടത്തിൽപ്പെട്ടു എന്നും മരണം സംഭവിച്ചു എന്നുമുള്ള വിവരം അറിയുന്നത്. ഏറെ വൈകാരികമായ നിമിഷങ്ങൾക്കാണ് ഈ മരിച്ചവരുടെ നാട്, ജന്മനാട് സാക്ഷ്യം വഹിക്കുന്നത് എന്നുള്ളതാണ്. വലിയ ദുരന്തം, വലിയ ഒരു ദുരന്തത്തിൽ നമ്മുടെ നാടൊട്ടാകെ വിറങ്ങലിച്ച് കൈ നോക്കണട്ടാ. അത് പശയാണ്, ആ തകിട് കൈമതാ വരുന്നത്. പതുക്കെ എടുക്കാം. ചേട്ടാ മുഖന്ന് ഈ സിൽപ്പിന്റെ സ്വൽപ്പൂടി കഴിച്ചത് അതിന് ആ ബാഗ് സ്വൽപ്പൂടി അവിടെ ഇങ്ങനെ താഴ്ച റൗണ്ടാക്കി വെക്കും. ഹലോ, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിപ്പോ ആംബുലൻസില് പഞ്ഞിയുണ്ടോ? ആംബുലൻസില് കുവൈറ്റിൽ മരിച്ച ചാവക്കാട് സ്വദേശിയുടെ മൃതദേഹം ഭൗതിക ശരീരം ഇപ്പോൾ ജന്മനാട്ടിൽ എത്തിച്ചു എന്നുള്ളതാണ്. തൃശ്ശൂർ ചാവക്കാട് സ്വദേശി ബിനോയ് തോമസിൻ്റെ ഭൗതികദേഹമാണ് ഇപ്പോൾ അവിടെ എത്തിച്ചിട്ടുള്ളത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള പൗരപ്രമുഖരുടെ സാന്നിധ്യമുണ്ട് അവിടെ. 5 ദിവസം മുമ്പാണ് ബിനോയ് തോമസ് അവിടെ എത്തിച്ചേർന്നത്, കുവൈറ്റിലെത്തിയത്. തുടർന്ന് ഈ അപകടത്തിൽ അദ്ദേഹം പെടുകയായിരുന്നു. അങ്ങനെ ഏറെ സങ്കടകരമായ നിമിഷങ്ങൾക്കാണ് ഇപ്പോൾ ചാവക്കാട് പ്രദേശം സാക്ഷ്യം വഹിക്കുന്നത്. സംസ്ഥാനത്തൊട്ടാകെ മരണപ്പെട്ട പ്രവാസികളായ ഇത്രയധികം ആളുകൾ മരണപ്പെടുന്ന ഒരു വലിയ ദുരന്തം, സമാനതകളില്ലാത്ത ഒരു ദുരന്തം സംഭവിക്കുന്നു. അതീവ ദുഃഖകരമായി തന്നെ ജനം, നാട്ടുകാർ, നാട് ഒക്കെ അതിനോട് വല്ലാത്ത തരത്തിൽ അതിനെ ഫീൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. സങ്കടകരമായ കാഴ്ചകളാണ്. കാരണം ഇവരൊക്കെ നാടിന് പ്രിയപ്പെട്ടവരാണ്. വീട്ടുകാർക്ക്, നാട്ടുകാർക്ക്, സുഹൃത്തുക്കൾക്ക്, ബന്ധുക്കൾക്ക് ഒക്കെ ഏറെ പ്രിയപ്പെട്ടവരാണ്. ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ചാണ് ഇവരൊക്കെ മടങ്ങുന്നത് എന്നതും ഏറെ സങ്കടകരമായ, ദുഃഖകരമായ ഒരു വാർത്തയാണ്. മലപ്പുറത്ത് മരിച്ച ബാഹുലേയൻ്റെ മൃതദേഹവും അല്പസമയത്തിനകം തന്നെ അങ്ങോട്ടേക്ക് എത്തിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. CV അനുമോദ് ഉണ്ട്. അനുമോദ്, ദുഃഖകരമായ കാഴ്ചകളാണ് എങ്ങും, കേരളമെമ്പാടും ഇത്തരം തന്നെയാണ് കാര്യങ്ങൾ. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? നാടെങ്ങനെയാണ് ഈ മരണവാർത്തയോട്, ദുഃഖകരമായ കാര്യത്തോട് പ്രതികരിക്കുന്നത്? ബാഹുലേൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കുന്നംകുളം കഴിഞ്ഞ് പിന്നിട്ടിരിക്കുന്നു. ഏതാണ്ട് ഒരു 3/4 മണിക്കൂർ സമയം കൊണ്ട് പുലാമന്തോളിൽ എത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ വസതിയിലാണ്. എനിക്ക് പിന്നിൽ
അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇതിന് കുറച്ച് അപ്പുറത്തായിട്ടാണ് ബാഹുലേൻ്റെ വീട്. അവിടെ ആദ്യം വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടുകാർക്ക് മൃതദേഹം കാണാനുള്ള സാഹചര്യം ഒരുക്കും. അതിനുശേഷം മതപരമായ ചടങ്ങുകളുണ്ട്, സാമുദായികമായ ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും ഇവിടേക്ക് കൊണ്ടുവരിക. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം സമയം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരയുടെ പൊതുദർശനത്തിനുള്ള അദ്ദേഹത്തിന് അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ യാത്ര നൽകാനുള്ള സാഹചര്യം ഉണ്ടാകും. അതിനുശേഷം 4 മണിക്ക് ശേഷമായിരിക്കും ഇവിടെ നിന്ന് ഷൊർണൂരിലേക്ക് കൊണ്ടുപോവുക. ഷൊർണൂർ ശാന്തി തീരത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മൾ ഈ ബാഹുലേൻ്റെ ഈ മരണവാർത്ത പുറത്തു വന്നത് മുതൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള ആളുകളുടെ ഒരു ഒഴുക്ക് കാണുന്നതാണ്. ബാഹുലേൻ വളരെ ചെറുപ്പം മുതൽ തന്നെ ഈ ഒരു മേഖലയിൽ നാട്ടിൽ സജീവമായിരുന്നു. ക്ലബിൻ്റെ പ്രവർത്തനമാവട്ടെ, അതിന് ശേഷം യൂത്ത് കോൺഗ്രസിൻ്റെയും അതിന് മുമ്പ് KSUവിൻ്റെയും ഒക്കെ പ്രവർത്തനമാവട്ടെ, അത്തരത്തിൽ എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ബാഹുലേൻ. പ്രളയത്തിൻ്റെ സമയത്താണെങ്കിലും അതിനു മുമ്പാണെങ്കിലും ഏത് ഘട്ടത്തിലും ജനങ്ങൾക്കൊപ്പം നിന്നിരുന്ന വ്യക്തിയായിരുന്നു. ഏറെക്കാലം നാട്ടിൽ കൺസ്യൂമർ ഫെഡിൻ്റെ ജീവനക്കാരനായിരുന്നു. അതിനുശേഷം അദ്ദേഹം പ്രവാസ ലോകത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം 5 വർഷം മുമ്പാണ് അദ്ദേഹം കുവൈത്തിൽ പോയത്. ഒരു വർഷം കഴിഞ്ഞ വർഷം മാർച്ചിൽ 2023 മാർച്ചിലാണ് അദ്ദേഹം ഇതിനു മുൻപ് നാട്ടിലെത്തിയത്. അവസാനമായി അന്നാണ് നാട്ടിൽ വന്നു പോയത്. സാമ്പത്തികമായിട്ട് ഏറെ പരാധീനതകളുള്ള, ഏറെ ബുദ്ധിമുട്ടുകളുള്ള ഒരു കുടുംബം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു. അതുപോലെ ഒരു അച്ഛൻ്റെ അതേ വഴി നടക്കുകയായിരുന്നു മകനും. അച്ഛൻ്റെ പൊതുപ്രവർത്തനത്തിൽ അച്ഛൻ്റെ മാതൃക പിൻപറ്റി സാധാരണക്കാർക്കൊപ്പം, സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയായിരുന്നു ബാഹുലേൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് വേലായുധന് ജനങ്ങളോടുള്ള ഒരടുപ്പവും സ്നേഹവും, അതേ സ്നേഹം ജനങ്ങൾക്ക് തിരിച്ചും ഈ ഒരു കുടുംബത്തോടുണ്ട്. ഈ കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ എത്രമാത്രം പ്രിയപ്പെട്ടവരാണ് ഈ ഒരു കുടുംബത്തിലുള്ളവർ ഈ നാടിനെന്ന് കാണുന്ന അല്ലെങ്കിൽ തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രായഭേദമന്യേ വിവിധ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് നാട്ടിൽ ഉണ്ടായിരുന്നവരും പിന്നീട് നാട്ടിൽ നിന്ന് പുറത്തു പോയവരുമൊക്കെ ബാഹുലേന് ഈ ഒരു വാർത്ത അറിഞ്ഞ് ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിനുമായി പരിചയമുള്ളവർക്കെല്ലാം പങ്കുവയ്ക്കാനുള്ളത് നല്ല ഓർമ്മകളും അനുഭവങ്ങളും മാത്രമാണ്. ഒരു പൊതുപ്രവർത്തകൻ്റെ ചെറുപ്പകാലം അത് ഈ ഒരു നാട് ഓർത്തെടുക്കുന്നത് ഇത്തരത്തിലൊക്കെയാണ്. എന്നാലും അത് ഏതാനും നിമിഷങ്ങൾക്കകം എന്ന് പറയാം 3:15 അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവുമായിട്ടുള്ള ആംബുലൻസ് ഇവിടെ എത്തിച്ചേരും. അതിന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ ഇപ്പോൾ തന്നെ ആളുകളെല്ലാം തന്നെ ഇവിടെ കാത്തിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 1 മണിക്കൂറോളം സമയം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ ഉണ്ടാകും. നമുക്കറിയാം, ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രതീക്ഷകളും ഒക്കെ ആയിട്ടാണ് ബാഹുലേൻ പോയിരുന്നത്. അദ്ദേഹത്തിന് നാട്ടിൽ തിരിച്ചെത്തണമെന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട് പണിയാൻ ഘട്ടം ഘട്ടമായിട്ട് പല തവണകളായിട്ടാണ് അദ്ദേഹം പൂർത്തീകരിച്ചത്. ആ പൂർത്തീകരിച്ച വീട്ടിൽ കുറച്ചു കാലം പോലും താമസിക്കുവാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായില്ല. അത്രമാത്രം വേദന നിറഞ്ഞ ഒരു സാഹചര്യം. ഇനി ഈ ഒരു തിരിച്ചുവരവ്, ഇങ്ങനെ ഒരു മടങ്ങിവരവ് ആരും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. അത്രമാത്രം വലിയ ഒരാഘാതമാണ് ഈ ഒരു കുടുംബത്തിനെ സംബന്ധിച്ച് ബാഹുലേൻ്റെ ഈ വിയോഗം. എന്നെങ്കിലും ഈ ഒരു നാടൊന്നാകെ തേങ്ങുകയാണ്, ശോകമൂകമാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിനെ കാണുവാൻ ഈ നാടൊന്നാകെ കാത്തിരിക്കുകയാണ്. അല്പസമയത്തിനകം ഏതാണ്ട് 3 മണിയോടെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പുലാമന്തോളിൽ വസതിയിലെത്തും. 3 മണിയോടുകൂടി മൃതദേഹം ഭൗതിക ശരീരം എത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറെ ദുഃഖകരമായ, ദുഃഖസാന്ദ്രമായ നിമിഷങ്ങളാണ് ഓരോ ഭവനങ്ങളിലും ഉള്ളത്, ഓരോ നാട്ടിലും ഉള്ളത്. ഈ വലിയ ദുരന്തം അത് സമാനതകളില്ലാത്ത ഒന്നാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ആരും പ്രതീക്ഷിക്കാത്ത, അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു ദുരന്തമായി തന്നെ ആണിതിനെ കാണുന്നത്. അത്രത്തോളം ലോകത്തെ ഒന്നാകെ ഞെട്ടിച്ച കുവൈറ്റ് പോലെ ഈ സുരക്ഷാ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പ്രാധാന്യം നൽകുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെയൊരു ദുരന്തം, അതിൽപ്പെടുന്നത് മലയാളികളായ നിരവധി ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന, നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രതീക്ഷകളുമായി
പ്രതീക്ഷകൾ പങ്കിട്ട് പ്രവാസ ജീവിതത്തിന് പോയി, നാടും വീടുമൊക്കെ മറന്ന് പ്രവാസ ജീവിതത്തിന് പോയി ജീവിതം കരുപ്പിടിപ്പിക്കാനായി കാത്തിരുന്ന അനവധി ആളുകൾക്കാണ് ഈ ദുരന്തം എന്നുള്ളത് കൂടി ഇതിലൂടെ ചേർത്ത് വായിക്കണം. ഒരുപാട് ദുഃഖകരമായ അനുഭവങ്ങൾ തന്നെയാണ് പങ്കുവെക്കാനുള്ളത് പലർക്കും. ബന്ധുക്കൾക്കായാലും മറ്റും ബന്ധുക്കളൊക്കെ ഒരുപാട് പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇവരുടെ മടങ്ങിവരവിനെ കാത്തിരുന്നത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ കൂടി ചേരുന്നുണ്ട്. ശരണ്യ, വലിയ അന്തരീക്ഷം, വളരെ ദുഃഖാർദ്രമായ അന്തരീക്ഷത്തിൽ തന്നെയാണ് ശരണ്യ ഉള്ളത് എന്ന് മനസ്സിലാകുന്നു. എങ്ങനെയാണ് നാട് ഇത്തരമൊരു വിയോഗ വാർത്തയോട് പ്രതികരിക്കുന്നത്? ബന്ധുക്കളോടും സുഹൃത്തുക്കളോടുമൊക്കെ സംസാരിക്കുമ്പോൾ എത്രത്തോളം പ്രിയപ്പെട്ട ആളാണ് നഷ്ടപ്പെട്ടത് എന്നത് മനസ്സിലാകുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ ശരണ്യ ആ വൈകാരികത പങ്കുവെക്കുന്നുമുണ്ട്. എന്താണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സാഹചര്യം? നമ്മളിപ്പോൾ ഉള്ളത് പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ മരണപ്പെട്ട മുരളീധരൻ നായരുടെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി മൃതദേഹം എത്തിക്കുന്നതിനായി ബന്ധുക്കളും നാട്ടുകാരുമൊക്കെ കാത്തു നിൽക്കുകയാണ്. നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ആംബുലൻസ് പാല കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഏകദേശം 1.5 മണിക്കൂറോളം എടുത്ത് ആംബുലൻസ് തിരികെ ഇവിടേക്ക് എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിന് മാത്രമാണ് സംസ്കാരമുള്ളത്. നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘാതമാണ് ഈ സംഭവത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. 6 ജീവനുകളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ തീപിടുത്തത്തിൽ പൊലിഞ്ഞത്. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെയായി വിദേശ നാട്ടിലേക്ക് പോയി ജോലിയെടുക്കാനായി പോയ ആളുകളാണ് ഇത്തരത്തിൽ ചേതനയേറ്റ ശരീരവുമായി നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നത്. അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി, ദുഃഖത്തോടെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഉറ്റവരായ ആളുകളൊക്കെ തന്നെ എല്ലാ വീടുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് ഒരാളുടെ മാത്രമാണ് സംസ്കാരം നടക്കുക. അത് മുരളീധരൻ നായരുടെ സംസ്കാരമാണ്. ബാക്കിയുള്ള ആളുകൾ ഒക്കെ അവരുടെ ബന്ധുക്കളും മറ്റ് ക്രമീകരണങ്ങളും ഒക്കെ ഒരുക്കേണ്ടത് കൊണ്ട് തന്നെ അത് ആ ഭൗതിക ശരീരങ്ങളൊക്കെ മോർച്ചറിയിലേക്ക് മാറ്റുമെന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, അതായത് കഴിഞ്ഞ 2 ദിവസങ്ങളായി അതീവ ദുഃഖത്തോടു കൂടിയാണ് കേരളമൊട്ടുക്കെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ വിവിധ ഇടങ്ങളിൽ നിന്നും അത്തരമൊരു ദുഃഖത്തിലേക്ക് പോകുമ്പോഴും ഈ നാടിന് അതൊരു വലിയ ദുഃഖമായി മാറുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിൻ്റെ ഉടമ കൂടി ഈ സ്ഥലത്ത് നിന്നുള്ളതായതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് നിന്ന് നിരവധി ആളുകളാണ് അത്തരത്തിൽ ജോലി തേടി കുവൈറ്റിലേക്ക് പോയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉള്ള മുരളീധരൻ നായരുടെ കാര്യം പരിശോധിച്ചാൽ തന്നെ അദ്ദേഹം കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വിദേശത്ത് നിന്ന് മടങ്ങിയെത്തി വീണ്ടും തിരികെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. 61 വയസ്സാണ് അദ്ദേഹത്തിന്. അത് ഒരു ഘട്ടത്തിൽ ജോലി അവിടെ നിന്നും ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ അത് അവസാനിപ്പിച്ച്, പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ സെറ്റിൽ ചെയ്യാനായി വന്ന ആളാണ്. പക്ഷേ പിന്നീട് 1 വർഷത്തെ കൂടെ സേവനം കമ്പനി ആവശ്യപ്പെടുകയും അങ്ങോട്ട് മടങ്ങിപ്പോവുകയുമാണ് ചെയ്തത്. ഒടുവിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മടങ്ങി വരേണ്ട ഒരു അവസ്ഥ ഉണ്ട്. എന്തായാലും അദ്ദേഹം പോകുന്നതിന് മുമ്പ് ഇനി മടങ്ങി വരുന്നത് മറ്റ് പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവസാനിപ്പിച്ച ശേഷമായിരിക്കും താൻ മടങ്ങി വരുന്നതെന്നാണ് അദ്ദേഹം കുടുംബാംഗങ്ങളോടക്കം പറഞ്ഞിരുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് ആ ഒരു വാക്ക് ഈ രീതിയിൽ മാറി എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഒരു 1.5 മണിക്കൂർ പിന്നിട്ടാൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൽ ഇന്ന് തന്നെ സംസ്കാരം നടത്തുമെന്നുള്ളതാണ്. പത്തനംതിട്ട ജില്ലയിൽ നിന്നും 6 പേർ, അതിൽ ഒരാൾ നിരണം സ്വദേശിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മാത്യു തോമസ്, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുവരിക പാണ്ടനാട്ടെ, ആലപ്പുഴയിലെ, അതായത് ചെങ്ങന്നൂർ പാണ്ടനാട്ടെ വീട്ടിലേക്കാണ്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. തിങ്കളാഴ്ചയാണ് മാത്യു തോമസിൻ്റേത്. ആകാശ് എന്ന 31 വയസ്സുകാരൻ. ഈ മരണത്തിൽ എല്ലാവരും വളരെയധികം ദുഃഖത്തിലാണ്. കാരണം ഈ ഓണാവധിക്ക് വരുമ്പോൾ വിവാഹത്തിലേക്ക് കടക്കേണ്ട അത്തരത്തിൽ പ്രതീക്ഷകളുമായിരുന്നു. ടിക്കറ്റ് അടക്കം ബുക്ക് ചെയ്ത ആളാണ് ആകാശ്. ആകാശിന്റെ സംസ്കാരം ശനിയാഴ്ച നടക്കുമെന്നാണ് കുടുംബാംഗങ്ങൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ചില ആളുകൾ വിദേശത്ത് നിന്നൊക്കെ എത്താനുണ്ട് ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി. അതുകൊണ്ടാണ് സംസ്കാരം അങ്ങനെ നീട്ടിവെക്കുന്നത്. ഇവരുടെയൊക്കെ ഭൗതിക ശരീരം മോർച്ചറിയിലേക്ക് പോകും. ഔദ്യോഗികമായി പത്തനംതിട്ടയിൽ തിരുവല്ലയിൽ വെച്ച് ജില്ലാ ഭരണകൂടം ഔദ്യോഗികമായി ഈ ബോഡി ഏറ്റുവാങ്ങും. അതിനുശേഷം ഇവിടുത്തെ പോലീസ് ഓഫീസർമാരുടെ അകമ്പടിയോടുകൂടിയാണ് ഓരോരുത്തരുടെയും വീടുകളിലേക്കും മറ്റ് മോർച്ചറി അടക്കമുള്ള ക്രമീകരണങ്ങളിലേക്കും ആ ഭൗതിക ശരീരം കൊണ്ടുപോവുക. 2 ദിവസമായി വളരെ ഞെട്ടലോടുകൂടിയാണ് ഓരോ സംഭവവികാസങ്ങളും ഈ നാട് നോക്കിക്കാണുന്നത്. ആദ്യഘട്ടത്തിൽ 4 പേരുടെ മരണം സ്ഥിരീകരിച്ചു. ആദ്യം സ്ഥിരീകരിച്ച മരണങ്ങളിൽ ഒന്നായിരുന്നു മുരളീധരൻ നായർ. പക്ഷേ അദ്ദേഹത്തിന്റെ കുടുംബത്തെ അറിയിക്കാൻ കഴിയാത്തൊരു സാഹചര്യം, ഭാര്യയെ അടക്കം അറിയിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീടാണ് വൈകിയാണ് അവരെയൊക്കെ അറിയിച്ചത്. എന്തായാലും അതിനുശേഷം പിന്നീട് ആരോഗ്യമന്ത്രി എത്തുന്ന ഘട്ടത്തിൽ ഇന്നലെയാണ് 5 മരണമെന്ന് പറയുന്നു. വൈകിട്ടോടുകൂടി അത് 6 എന്ന് സ്ഥിരീകരിക്കുന്നു. തിരുവല്ല സ്വദേശിയായ
തോമസ് ഉമ്മൻ, അദ്ദേഹത്തിൻ്റെയൊക്കെ വീട്ടിൽ നമ്മൾ പോകുമ്പോൾ വളരെ സാമ്പത്തികമായി തന്നെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാധാരണ കുടുംബങ്ങളാണ്. അവർക്കൊക്കെ പല കാറ്റഗറിയിൽ പല തരത്തിലുള്ള സാമ്പത്തികമായൊക്കെ തന്നെ പല രീതിയിലുള്ള ആളുകളുണ്ട്. ദീർഘകാലമായി പ്രവാസ ജീവിതത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി മാത്രം പ്രവാസ ജീവിതത്തിലേക്ക് എത്തുന്ന ജീവിതം ഒന്ന് കരപ്പിടിപ്പിച്ച് ആ രീതിയിലൊന്ന് സെറ്റിലായി വരുന്ന ഘട്ടത്തിൽ ജീവിതം അവസാനിക്കുന്ന ആളുകളുണ്ട്. അത്തരത്തിൽ പല സമ്മിശ്ര വികാരങ്ങളും എല്ലായിടത്തും അത്തരം ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യവുമാണ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും, പ്രത്യേകിച്ച് കുടുംബങ്ങൾക്കൊക്കെ അവിശ്വസനീയമായ ഒരു കാര്യമായി ഈ മരണത്തെ മാറുന്നു. പെട്ടെന്നുണ്ടാകുന്ന ഒരു അപകടവും അത്തരം ഒരു മരണവും അംഗീകരിക്കാനുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടിലാണ് മിക്ക കുടുംബാംഗങ്ങളും. നമ്മളിപ്പോൾ കോന്നിയിലേക്ക് പോവുകയാണെങ്കിൽ ആകാശിൻ്റെ കുടുംബമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ആകാശായിരുന്നു ആ കുടുംബത്തിൻ്റെ ഏക ആശ്രയം. 31 വയസ്സുകാരനായ ആകാശിൻ്റെ അച്ഛൻ 2 വയസ്സിൽ മരിച്ചു പോയതാണ്. പിന്നീട് ആകാശിൻ്റെ പ്രവാസ ജീവിതം, ആകാശ് നാടും ഒക്കെ വിട്ട് അവിടെ ആ അന്യനാട്ടിൽ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ആ വീടും അനിയത്തിയുടെ സഹോദരിയുടെ വിവാഹവും ഒക്കെ നടത്തിയത് ആ ചെറുപ്പക്കാരനാണ്. അതിനുശേഷം അവൻ്റെ ജീവിതം ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു. വിവാഹ ജീവിതത്തിലേക്ക് ഈ ഓണത്തിനെത്തുമ്പോൾ, അവധിക്കെത്തുമ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാമെന്നുള്ള തീരുമാനത്തിൽ അത്തരത്തിൽ ടിക്കറ്റ് അടക്കം ബുക്ക് ചെയ്ത് നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഓരോ പ്രവാസിയുടെയും ജീവിതം നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അത്തരത്തിൽ ദുഃഖകരമായ ഏടുകൾ ആയി എഴുതി ചേർത്തിരിക്കുന്നു ഈ അവസാന ഘട്ടത്തിൽ എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. പൂർത്തീകരിക്കാത്ത സ്വപ്നങ്ങൾ, ബാക്കി വെച്ചുപോയ കാര്യങ്ങൾ, മാത്രമല്ല പലരുടെയും, അതായത് നമ്മൾ ഈ ആളുകളുടെയൊക്കെ വീട്ടിൽ പോയി ഇപ്പോൾ വിധവകളാക്കപ്പെട്ട ചെറിയ പെൺകുട്ടികളുണ്ട്. ഒപ്പം തന്നെ ആർക്കും തന്നെ ആർക്കും തന്നെ ജോലിയുള്ളവരല്ല. എല്ലാവരും ഹൗസ് വൈഫും ഒക്കെ വീട്ടിൽ കുട്ടികളെയൊക്കെ നോക്കി വളർത്തുന്ന ആളുകളും ഒക്കെയാണ്. അപ്പോൾ ഈ പോയ ആളുകളൊക്കെ എല്ലാ കുടുംബങ്ങളുടെയും അത്താണിയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് മറികടക്കാനുള്ള ഒരു ധൈര്യം അവർക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പക്ഷേ ആ ഒരു എന്താ പറയുക, ഒരു പകരം വയ്ക്കാൻ കഴിയാത്ത സാഹചര്യത്തിലുള്ള ആളുകൾ തന്നെയാണ് അവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നത് എന്നുള്ളതാണ്. ആ ദുഃഖത്തിലാണ് നാട്. അതാണ് സാഹചര്യം. പത്തനംതിട്ടയിലും കൊല്ലത്തും തിരുവനന്തപുരത്തും കോട്ടയത്തും ഒക്കെ അതീവ ദുഃഖകരമായ പല നാടുകളും പല ഭവനങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കാരണം തിരുവനന്തപുരത്ത് കുവൈറ്റിൽ അരിനാട് സ്വദേശി അരുൺ ബാബുവിൻ്റെ വിയോഗ വാർത്ത ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരത്ത് അമ്മ അറിഞ്ഞത് എന്നുള്ള ദുഃഖകരമായ കാര്യമുണ്ട്. ദേഹാസ്വാസ്ഥ്യമുണ്ടായി തുടർന്ന അമ്മയെ ചികിത്സയ്ക്ക് വിധേയയാക്കി അരുൺ ബാബുവിൻ്റെ മൃതദേഹം വെമ്പായത്തുള്ള ഭാര്യയുടെ വീട്ടിലാണ് ആദ്യം എത്തിക്കുക. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ബന്ധുക്കൾക്ക് നേരത്തെ ശരണ്യ പറഞ്ഞതുപോലെ അതീവ ദുഃഖകരമായ അപ്രതീക്ഷിതമായ വാർത്തയായി ഈ മരണം മാറുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഒക്കെ കാണാം. ഒരുപാട് പ്രതീക്ഷകളോടെ ഉറ്റവരിൽ നിന്ന് മാറി നിന്ന്, ബന്ധുക്കളിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന് മാറി, സ്വന്തം നാടിലേക്ക് നിന്ന് വർഷങ്ങളോളം മാറി നിന്ന് പ്രവാസ ജീവിതത്തിൽ വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്ന അനവധി ആളുകൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലുണ്ട്. അത്തരത്തിൽ സംഭവിക്കുക, ഇങ്ങനൊരു മരണത്തിലേക്ക് കാര്യങ്ങൾ പോവുക എന്നുള്ളത് അതീവ ദുഃഖകരമാണ്. കാരണം ഒരുപാട് പ്രതീക്ഷകളുമായാണ് അവർ പലരും പോകുന്നത്. തൃശ്ശൂരിൽ നിന്ന് രാജു ഗുരുവായൂർ കൂടിച്ചേരുന്നുണ്ട്. രാജു ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ? എപ്പോഴേക്ക് ഈ സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അത്യന്തം സങ്കടകരമായ ഒരു കാഴ്ചയിലൂടെയാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. ഇവിടെ ഈ കുന്നംകുളത്തെ പള്ളിയിലാണ് സംസ്കാരം നടക്കുക. ബിനോയുടെ മൃതദേഹം ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. സംസ്കാര ചടങ്ങിനായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ശുശ്രൂഷ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുന്നംകുളത്തെ പള്ളിയിലാണ് സംസ്കാരം നടക്കുന്നത്. ഇവിടെ പൊതുദർശനത്തിന് വെച്ച ശേഷം പള്ളിയിലേക്ക് സംസ്കാരത്തിനായി കൊണ്ടുപോകും എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. അത്യന്തം സങ്കടകരമായ കാഴ്ചയാണ് നമുക്കിവിടെ നിന്നും പങ്കുവെക്കാനുള്ളത്. കഴിഞ്ഞ ആഴ്ചയിലാണ് തെക്കൻ പാലയൂർ കൊച്ചിപ്പാടത്ത് 5 സെന്റിൽ വീട് പണിയണം എന്ന ആഗ്രഹത്തോടു കൂടി ബിനോയ് ഗൾഫിലേക്ക് പോകുന്നത്, കുവൈറ്റിലേക്ക് പോകുന്നത്. ഇവിടെ ഷീറ്റ് മേഞ്ഞ താൽക്കാലിക ഷെഡിലാണ് ബിനോയും ഭാര്യ ജിനിതയും മക്കളായ ആദിയും ഇയാനും ഉൾപ്പെടെ കുടുംബം കഴിയുന്നത്. 5 മാസമേ ഈ ഷെഡ് നിർമ്മിച്ചായിട്ടുള്ളൂ. ഇതിന് കെട്ട് നമ്പർ കിട്ടിയിട്ട് കുറച്ച് ദിവസമേ ആയിരുന്നുള്ളൂ. അതിന് മുമ്പ് ബിനോയും കുടുംബവും ഇവിടെ തന്നെ വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. വീട് നിർമ്മിക്കാനുള്ള പണം കണ്ടെത്തുന്നതിനായാണ് ബിനോയ് വിദേശത്തേക്ക് പോയത്. എല്ലാവരുമായി സൗഹൃദം പുലർത്തുന്ന ആളായിരുന്നു ബിനോയ്. ജൂൺ 5 ബുധനാഴ്ച
കുവൈറ്റിലേക്ക് പോയ ബിനോയിയുടെ മരണ വാർത്തയാണ് ഒരാഴ്ചത്തേക്ക് മുമ്പ് വീട്ടുകാർക്ക് കേൾക്കേണ്ടി വന്നത്. അപകട വിവരം അറിഞ്ഞു എങ്കിലും ബിനോയ് ഉൾപ്പെട്ടിരിക്കില്ല എന്ന വിശ്വാസത്തിലായിരുന്നു കുടുംബം. ഡെപ്യൂട്ടി കളക്ടർ, തഹസീൽദാർ തുടങ്ങിയ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, MLA NK അക്ബർ, മുൻ MP TN പ്രതാപൻ, ചാവക്കാട് നഗരസഭ ചെയർമാൻ ഷീജ പ്രശാന്ത്, ഗുരുവായൂർ നഗരസഭ ചെയർമാൻ M കൃഷ്ണദാസ് തുടങ്ങിയവർ ഇവരുടെ സന്നിഹിതരായിട്ടുണ്ട്. ഇവര് ഈ മറ്റ് ശുശ്രൂഷകൾക്ക് ശേഷം, സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം പൊതുദർശനം നടത്തിയ ശേഷം ഇവിടെ നിന്നും കുന്നംകുളത്തേക്ക് മൃതദേഹം കൊണ്ടുപോയി സംസ്കരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ദുഃഖകരമായ സാഹചര്യം, ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷമാണ് എമ്പാടും. ഇതിനിടയിൽ കുവൈറ്റ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം എന്ന് തന്നെയാണ്. ഷോർട്ട് സർക്യൂട്ട് അപകട കാരണമായി വരുന്നു എന്നുള്ളതാണ്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം. നേരത്തെ അവിടെ സെക്യൂരിറ്റിയുടെ റൂമിൽ നിന്ന്, മുറിയിൽ നിന്ന് ഗ്യാസ് സ്റ്റൗ കത്തിച്ചതിനെ തുടർന്നാണ് ഈ തീപിടുത്തത്തിലെ കാര്യങ്ങൾ പോയത് എന്നായിരുന്നു വിവരങ്ങൾ. പക്ഷേ അതിപ്പോൾ അങ്ങനെയല്ല സംഭവം എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് വളരെ കൃത്യമായി തന്നെ. അതായത് ഈ ഷോർട്ട് സർക്യൂട്ട് അപകടമുണ്ടാകുന്നു. ഒപ്പം ഈ മുറികൾ സെപ്പറേറ്റ് ചെയ്യാൻ, മുറികൾ തരംതിരിക്കാൻ വെച്ചിരുന്ന പ്രത്യേകതരം സംവിധാനങ്ങളുണ്ട്. അതിലൂടെ തീ പിടിച്ചപ്പോൾ പുക പടരുകയും അത് ഈ പുക ശ്വസിച്ചാണ് കൂടുതൽ മരണവും ഉണ്ടായത് എന്നുള്ളതാണ്. രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധമായിരുന്നു ഈ കെട്ടിടത്തിൻ്റെ ഒരു സ്ട്രക്ചറും മറ്റും എന്നുള്ളത് ഇതിനോട് ചേർത്ത് വായിക്കണം. അതുപോലെ തന്നെ അത്തരത്തിൽ വളരെ ദുരന്തപൂർണമായ ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. തിരുവനന്തപുരത്ത് KV ബൈജു കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. ബൈജു, കാസർഗോഡ് അല്പസമയമെടുക്കും, കാരണം മൃതദേഹം എത്താൻ ഒരുപക്ഷെ അല്പം കൂടിയൊക്കെ വൈകും, കാരണം അത്ര ദൂരം വരണം. ഓരോ ആംബുലൻസിലായി മൃതദേഹങ്ങൾ പോലീസിൻ്റെ എസ്കോർട്ടോട് കൂടിയാണ്, അകമ്പടിയോടുകൂടിയാണ് അങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. അവിടുത്തെ സാഹചര്യം എന്താണ് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ ഒരു മനോനില ഇപ്പോൾ? രഞ്ജിത്തെ, തീർച്ചയായും ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷം തന്നെയാണ് കാസർഗോഡ് ജില്ലയിൽ. കാരണം 2 ജീവനുകളാണ് ഇത്തരത്തിൽ അപകടത്തിൽ പൊലിഞ്ഞത്. അതുകൊണ്ട് തന്നെ വലിയ സങ്കടത്തിൽ തന്നെയാണ് ഈ ചെർക്കളയിലെ രഞ്ജിത്തിൻ്റെ മൃതദേഹം സമുദായ ശ്മശാനത്തിലാണ്. അത് വീടിന് സമീപത്തായി തന്നെയാണ് സംസ്കാരം നടത്തുന്നത്. തൊട്ട് മുകളിലായി പൊതുദർശനത്തിനുള്ള വേദി സജ്ജീകരിക്കുന്നുണ്ട്. ഏതായാലും 10 വർഷമായി ഈ രഞ്ജിത്ത് ഇത്തരത്തിൽ കുവൈറ്റിലാണ്. അദ്ദേഹം 1.5 വർഷം മുൻപാണ് സ്വന്തമായ വീടെന്നൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്. അന്ന് പാല് കാച്ചൽ ചടങ്ങിനായി രഞ്ജിത്ത് എത്തിയിരുന്നു. ഒരു അടുത്ത മാസം തന്നെ നാട്ടിലേക്ക് തിരികെ വന്ന് വിവാഹമൊക്കെ കഴിക്കാനുള്ള ഒരു പ്ലാനായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ദുരന്തം വരുന്നതും. എന്നാലും വലിയ സങ്കട കാഴ്ച തന്നെയാണ് അവിടുന്ന് കാണാൻ സാധിച്ചത്. ഈ അച്ഛൻ ഒരു രോഗിയാണ്, അദ്ദേഹം ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത ആളാണ്, വലിയ കടബാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. കുടുംബത്തിൻ്റെ അത്താണിയാണ് നഷ്ടമായത്. ആ ഒരു സങ്കടം വീട്ടുകാർക്കുണ്ട്. അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കും നല്ല കാര്യമാണ് രഞ്ജിത്തിനെ കുറിച്ച് പറയാനുള്ളത്. അത്തരത്തിൽ വലിയ സൗഹൃദ ബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ് രഞ്ജിത്ത് എന്ന് പറയുന്നത്. ഏതായാലും ഈ കുഞ്ഞിക്കേളുവിൻ്റെ മൃതദേഹം ആദ്യം കാലിക്കടവിലാണ് പൊതുദർശനത്തിന് വെക്കുക, അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും. കാലിക്കടവുള്ള ശ്മശാനത്തിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. കുഞ്ഞിക്കേളുവിന് സമാനമായി 25 വർഷമായി ഈ ഇത്തരത്തിൽ കുവൈത്തിൽ ജോലി ചെയ്യുന്നു. അദ്ദേഹം ഈ പ്രവാസ ജീവിതം അവസാനിപ്പിക്കാനൊക്കെ പ്ലാൻ ചെയ്ത് അടുത്ത മാസത്തോടുകൂടി നാട്ടിലേക്ക് തിരിച്ചു വരാൻ ഒരുങ്ങുകയായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടായത്. എന്തായാലും സങ്കട കാഴ്ച തന്നെയാണ് ഇവിടെ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിരവധി ആളുകൾ ഇപ്പോൾ വീടുകളിൽ എത്തുന്നുണ്ട്. അല്പസമയത്തിനകം ജില്ലാ കലക്ടർ ഇപ്പോൾ കുഞ്ഞിക്കേളുവിൻ്റെ വീട്ടിലേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും 7 മണിയോടുകൂടി മൃതദേഹം 2 വീടുകളിലേക്കും എത്തുമെന്നാണ് ഇവർക്ക് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. ആ രീതിയിൽ ഇന്ന് രാത്രി തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് ഇവർ ആലോചിക്കുന്നത്. രഞ്ജിത്ത്, KV ബൈജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള സങ്കടകരമായ കാഴ്ചകളാണ് ബൈജു പങ്കുവച്ചത്. തിരുവനന്തപുരത്ത്, കൊല്ലത്ത്, പത്തനംതിട്ടയിൽ, കോട്ടയത്ത് ഒക്കെ അതീവ ദുഃഖകരമായ സാഹചര്യം. കേരളം കാണാത്ത, സമാനതകളില്ലാത്ത ദുരന്തത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത് എന്നുള്ളതാണ്. വാർത്താ ബുള്ളറ്റിൻ തുടരും ഒരു ഇടവേളയ്ക്ക് ശേഷം.